ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് കണവ റോസ്റ്റാണ്. അതിനുവേണ്ടി നമ്മൾ 1/2 കിലോ കണവയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന കണവ നമുക്ക് റൗണ്ടിൽ ചെറിയതായി കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് കണവ ക്ലീൻ ചെയ്യുന്നതിന് ഇച്ചിരി പ്രയാസമുണ്ട്. അകത്തുള്ള പാട് പോലെയുള്ളതും പുറത്തുള്ള പാട് പോലെയുള്ള സാധനങ്ങളെല്ലാം മാറ്റി നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. എല്ലാം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ മസാലയ്ക്ക് വേണ്ടി എടുക്കുന്നത് 20-25 ഓളം ചെറിയ ഉള്ളി 1-2 കട്ട് ചെയ്ത് എടുക്കണം. പിന്നെ വേണ്ടിയത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 6-7 ചെറിയ വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളും നന്നായി ചതച്ചത്, 3 പച്ചമുളക് ഇത്രയും എടുക്കുക. അതിനുശേഷം നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് 3 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഹോൾ സ്പൈസസായ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത് എല്ലാം 2 കഷ്ണം പട്ടയും അതുപോലെ 3 ഗ്രാമ്പൂവും 2-3 ഏലക്കായുടെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൊച്ചുള്ളി ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് ഒന്ന് വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന സമയം നമുക്ക് വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്തിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെയും ചെറുതീയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ മസാലയിൽ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ മസാലയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാലയിൽ ഇതിങ്ങനെ ഇളക്കുന്നുണ്ടെങ്കിൽ ഒരുമാതിരി റബ്ബർ പോലെ ആകും. അതിനുശേഷം നമ്മൾ പിന്നെ നല്ലതായിട്ടൊരു 10-30 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ടെയാണ് ആ ഒരു സോഫ്റ്റ്നെസ് ആയിട്ട് ഇതിനെ കിട്ടുന്നത്. അപ്പോൾ ഇതിലിട്ട് നല്ലതായിട്ടൊരു 3-4 മിനിറ്റ് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഈ കണവയിൽ തന്നെ വെള്ളം ഉണ്ട്, അത് ഇച്ചിരി ഒന്ന് ഇറങ്ങി വരും. അതുകൂടാതെ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയും ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പെന്ന് പറയുമ്പോൾ ഒരു 1/4 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 30 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മൂടി തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് പിന്നീട് ഇത് തുറന്ന് വെച്ച് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിനകത്തിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇതിനെ വഴറ്റി ഫ്രൈ ചെയ്ത് എടുക്കണം. വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു
5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കുമ്പോഴത്തേന് തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ നല്ലതായിട്ട് വെന്ത് വരും. ഇനി നമുക്ക് മൂടി തുറന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഇതിനെ നല്ലതായിട്ടൊരു ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്നിടം വരെയും നമുക്ക് വഴറ്റിയാൽ മതി. ഇതിപ്പോൾ ഞാൻ ഫുള്ള് ഇത് പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണവ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഈ കണവ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.